നമസ്കാരം, ഞാൻ അഭിജിത്ത്. അബീസ് വ്ളോഗിൻ്റെ മൂന്നാമത്തെ വ്ളോഗ്. ഇന്ന് തൊടുപുഴയിലുള്ള തറവാട് റെസ്റ്റോറൻറ്റ്, തറവാട് ഷാപ്പിലേക്കാണ് നമ്മുടെ യാത്ര. ബാ പോകാം. ഷാപ്പിൻ്റെ എൻട്രി ഉള്ള പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ യാത്രയൊക്കെ ചെയ്ത് ഇപ്പം നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. തറവാട് ഷാപ്പ് മുട്ടത്ത്, തൊടുപുഴയിൽ നിന്നും 10 കിലോമീറ്റർ അകലെ മുട്ടം എന്ന സ്ഥലത്താണ് ഈ ഷാപ്പുള്ളത്. ഈ ഷാപ്പിനെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഇവിടെ വന്നം ഒരു വ്ളോഗ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയത്. അതുകൊണ്ട് നേരെ പോകുന്നതാണ്. ഈ തറവാടിൻ്റെ അകത്തേക്ക് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഷാപ്പിൻ്റെ അകത്താണ്. ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ നല്ല നാടൻ ഞണ്ട് കറിയും കപ്പയാണ്. അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്യാം. നമ്മൾ ഓർഡർ ചെയ്ത ഞണ്ട് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനിപ്പോൾ കിച്ചണിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഉള്ള ഷെഫ് അല്ലേട്ടൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഓർഡർ ചെയ്ത ഞണ്ട് കറിയും കപ്പയും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്ന് കഴിക്കാം. സ്പെഷ്യൽ സാധനമാണ് എന്നെ കള്ളും കൂടി. പക്ഷെ ഞാൻ കള്ളു കുടിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ട. അല്ല ഫുഡൊക്കെ കഴിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞണ്ടുകറി കഴിക്കും. നല്ല സൂപ്പർ സാധനമാണ്. ഇനിയും കഴിക്കും, ഇനിയും വരും തറവാട്ടിൽ. നമുക്ക് ഈ ഷാപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഹിസ്റ്ററി എല്ലാം നമുക്ക് ഇവിടുത്തെ മാനേജർ ഉണ്ട്. പുള്ളിനെ ഞാൻ ഇത് ഇൻവൈറ്റ് ചെയ്യും. നല്ല സൂപ്പർ ഫുഡാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഞണ്ടുകറി കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ടു. ഈ ഇതിനൊരു പാരമ്പര്യമായിട്ട് വരുന്ന ഞാൻ ഞണ്ടുകറി സൂപ്പറായിരുന്നു. ഈ ഇതിന് തറവാടിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിയാൻ ഇത് പാരമ്പര്യമായിട്ട് തലമുറകളായി ഈ തറവാടിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഫാമിലീസിന് മാത്രമായിട്ടൊരു പ്രത്യേക ബ്ലോക്കുണ്ട്. അത്
കാണുന്നത്. ഇത് മലങ്കര ഡാമിന്റെ തൊട്ടടുത്താണ്. ഇത് മലങ്കര ഡാം കാണാൻ വരുന്നവർ നേരെ പോലെ തറവാട് ഷാപ്പ് ആൻഡ് റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ ഓണറെ പരിചയപ്പെട്ടു, മാനേജറെ പരിചയപ്പെട്ടു. ഉണ്ടാക്കണത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചൊന്നുമില്ല, പക്ഷെ മനസ്സിലാക്കി. ഇവിടുത്തെ ഞണ്ട് കറി ഞാൻ കഴിച്ചാൽ മാത്രം പോരല്ലോ, വീട്ടിലേക്കും കൊണ്ടുപോകണല്ലോ. അതുകൊണ്ട് വീട്ടിലേക്കും ഞണ്ട് കറി ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഫോറിനേഴ്സും ഒക്കെ വരുന്നുണ്ട്. ഈ വഴി ആണ് ഇടുക്കിക്ക് പോകുന്നത്. ഈ പ്രത്യേകതയാണ്. അപ്പോൾ ഇഷ്ടംപോലെ ഫോറിനേഴ്സും വരുന്നുണ്ട്. ഇടുക്കി മൂന്നാർ ഭാഗത്തേക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. അടുത്ത വ്ളോഗിൽ അടുത്ത ഹോട്ടലിൽ അല്ലെങ്കിൽ അടുത്ത ഷാപ്പിൽ കാണാം. ബൈ, ടാറ്റാ, ബൈ, സീ യു. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഞാനങ്ങ് ഞെക്കിട്ടാ.